ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പെസഹ അപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് നാളെയാണല്ലോ പെസഹ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യണേ. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയും. അതായത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. പണ്ട് കാലങ്ങളിൽ യഹൂദന്മാർ മാത്രമായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മിക്ക ക്രിസ്ത്യൻസിന്റെ വീടുകളിലും പെസഹ വ്യാഴത്തിന്റെ അന്ന് ഇത് ഉണ്ടാക്കി എല്ലാവർക്കും ഷെയർ ചെയ്യാറുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന്റെ തലേ ദിവസം വ്യാഴാഴ്ച യേശു ശിഷ്യന്മാരുമായിട്ടിരുന്ന് അപ്പം എല്ലാവരുമായിട്ട് പങ്കുവെച്ച് കഴിക്കുന്നതും യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴുകുന്നതിൻ്റെയും ഒരു പ്രതീകമായിട്ടാണ് ഇപ്പോൾ ഇത് നമ്മൾ ആചരിച്ചു വരുന്നത്. പക്ഷേ ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു വെള്ളയപ്പത്തിന്റെ വേറൊരു വേർഷൻ എന്ന് കൂടെ പറയാണ്ട്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്നാണ് പറയുന്നത്. അതായത് ഇത് നമ്മൾ പുളിപ്പിക്കാനായിട്ട് കുറേ സമയം വെക്കാറില്ല. മാവ് അരച്ച് കുറച്ച് ടൈം വെച്ചതിന് ശേഷം നമ്മളെടുത്ത് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പച്ചരി കുതിർത്ത് അതിൽ പഞ്ചസാര, ഏലക്ക, തേങ്ങ ചിരകിയത്, ഇത്രയുമാണ് ഇതിൽ മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കിലോ പച്ചരിയാണ്. ഇത് നമുക്കൊരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കാം. അതിനുശേഷം കുറച്ച് ഏലക്ക കൂടെ ഇട്ട് നന്നായിട്ട് മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് ഒരു പാത്രത്തിൽ നമുക്കത് ഒഴിച്ച് മാറ്റി വയ്ക്കാം. അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന അതേ കൺസിസ്റ്റൻസിയിലാണ് അരയ്ക്കാനായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ അരമുറി തേങ്ങ ചിരകിയതും 1 ഗ്ലാസ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം അരച്ച് വെച്ച മാവിൽ ഇത് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. അതായത് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ അത്രയൊക്കെ മാറ്റി വെച്ചാൽ മതി. അതിനുശേഷം കുറച്ച് 1/4 ടേബിൾ സ്പൂൺ സോഡാപ്പൊടി കൂടെ അതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് മറക്കരുതേ. നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ചേർക്കും. ഇതിൽ ഈസ്റ്റ് അല്ല, സോഡാപ്പൊടിയാണ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ആവിയിലാണല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ളൊരു പാത്രം എടുത്തതിന് ശേഷം അകത്ത് ഒരു വളയം ഇടണം, നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ. ഇത് വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ നെയ്യ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലാണ് ആ ബാറ്റർ ഒഴിച്ച് വെക്കുന്നത്. അതിനുശേഷം ആ മാവ് ഒരിക്കൽ കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടാവണം ആ തട്ടിലേക്ക് ഒഴിക്കാനായിട്ട്. അത് ഫുള്ള് പൊങ്ങിക്കളയുന്ന രീതിയിലല്ല, ഒരു 1/4 ഭാഗം മാത്രം ഒഴിച്ചാൽ മതിയാവും. ഇതിൽ ചിലർ ഉണക്കമുന്തിരിയോ കാഷ്യൂ നട്ട്സോ ഒക്കെ കുരിശിൻ്റെ രൂപത്തിൽ ഇങ്ങനെ വെക്കാറുണ്ട്. ഞാനിതിൽ വെച്ചിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഹോസന്ന ഞായർ പള്ളിയിൽ നിന്ന് തന്ന കുരുത്തോല ചെറുതായിട്ട് കട്ട് ചെയ്ത് ആ കുരിശിൻ്റെ ഷേപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഇത് വെച്ചില്ലേലും വേറെ പ്രശ്നമില്ല. ഇത് മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റും, ഒരു ഇഡ്ഡലിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അതേ ടൈം. അങ്ങനെ നമ്മുടെ പെസഹ അപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.